കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ വ്യാജരേഖ ചമച്ചതായി സംശയം. ഈ പ്രധാന വാർത്ത കോട്ടയത്ത് നിന്ന് വരുന്നു. പണം മറ്റൊരു അക്കൗണ്ടിൽ ഉണ്ടെന്ന് വ്യാജമായി രേഖയുണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നാണ് വരുന്ന സൂചന. സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയോട് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് വിശദീകരണം തേടിക്കഴിഞ്ഞു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ടോബി, ഇത് സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി നടക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നത്. എന്നാൽ ആ തട്ടിപ്പത്തിലെ അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വേഗത്തിൽ പോകുന്നില്ല എന്ന് തോന്നുന്നു. SKN തീർച്ചയായിട്ടും ഒരു തട്ടിപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞിരുന്നത് ഈ 211 കോടി രൂപ കാണാനില്ലെന്നാണ് ഇന്റേണൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് 15/2/2023 ആ അന്വേഷണം നടന്നത്. 24 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് ഈ 9/2/2023 റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചപ്പോൾ 211 കോടി രൂപ കാണുന്നില്ലെന്നൊരു വിവരം ഈ ഇന്റേണൽ വിജിലൻസ് കണ്ടെത്തിയത്. എന്നാൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ പത്താം മാസത്തിൽ തന്നെ 2023 തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ കറക്ഷൻ എന്ന രീതിയിൽ കോൺട്രാ എൻട്രി വഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് നഗരസഭ, കാണിച്ചിരിക്കുകയാണ് നഗരസഭ. അതായത് ഒരു ദിവസം 18/10/2023 തന്നെ 174 കോടി രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഒരു ദിവസം വരുമാനമായി, തനത് വരുമാനമായി ലഭിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിരിക്കുകയാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ. എന്നാൽ ഈ തുക ആ അക്കൗണ്ടിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇതിൽ ഒരു വലിയ സംശയം അവർക്കുണ്ടായി. എന്തുകൊണ്ടാണ് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ ഈ തുക ഉണ്ടെന്ന് പറഞ്ഞത്, എന്നാൽ ആ തുക അവിടെ കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം നൽകണമെന്നാണ് സെക്രട്ടറിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ തുക ഇല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 211 കോടി രൂപ കാണാതായി എന്ന് പറഞ്ഞത് കണക്കിലെ ചില പൊരുത്തക്കേടുകളാണെന്നാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആ സമയത്തുള്ള ഭരണസമിതിയും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ കണക്കിലെ പൊരുത്തക്കേടുകൾ മറച്ചുവെക്കാൻ ചില തിരിമറികൾ നടത്തിയതായിട്ടുള്ള സംശയം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിശദീകരണത്തിന് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കം എന്ത് മറുപടി നൽകുമെന്നാണ് അറിയേണ്ടത്. ഈ കറക്ഷൻ, അതായത് 211 കോടി രൂപ മറ്റൊരു അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ അക്കൗണ്ടിലും പണം ചെന്നിട്ടില്ല, പക്ഷേ കണക്ക് മാത്രമാണുള്ളത്. അത് എങ്ങനെ ഇത് സംഭവിച്ചു, ആരാണ് ഈ തിരിമറികളൊക്കെ നടത്തുന്നത് എന്നൊരു സംശയമാണ് ഈ വിജിലൻസ് വിഭാഗത്തിനും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും വന്ന ഫിനാൻസ് വിഭാഗത്തിനുള്ളത്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരോട് വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഈ കോട്ടയം നഗരസഭയിൽ നടന്ന 211 കോടി രൂപയുടെ തിരിമറി എന്നെപ്പോലെ സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കും. കാരണം ഇത്രയധികം പണം ഒരു സർക്കാർ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ആളുകൾ അടിച്ചു മാറ്റുകയോ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകളും അതുപോലെ ഒരുപാട് ആളുകളും കടന്നു പോകണം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് നടത്തിയ തട്ടിപ്പാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം എന്തായാലും ഈ തദ്ദേശ വകുപ്പിലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ്, പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ ഈ കാര്യം അന്വേഷിച്ച് കല്ലും നെല്ലും തിരിഞ്ഞ് ഈ വീരന്മാർ ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടെത്തി പൊതുജനം കൊണ്ട് പറയണം. കാരണം 211 കോടി രൂപ, ഒരു രൂപയ്ക്ക് പോലും സർക്കാർ നഷ്ടം തിരിയുന്ന ഈ സമയത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ 211 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം കൊള്ളക്കാരാണ് എന്നൊരു ധാരണയിൽ ജനങ്ങൾ ജീവിച്ചെന്ന് വരും. അതിന് കാരണക്കാരാവരുത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകൾ.